അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം മുബാരിക് അലാ ഹബീബിക വറസൂലിക സയ്യിദിന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൻ്റെ സഹീഹിലും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തൻ്റെ സഹീഹിലും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം: ലൗലാ ഹവ്വാഉ ലം തഖുൻ ഉൻസാ സൗജഹ ദഹർ. ഒരു സ്ത്രീയും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ ഇല്ലായിരുന്നുവെങ്കിൽ ഭർത്താവിനെ തെറ്റിൻ്റെ മേൽ പ്രേരിപ്പിക്കുമായിരുന്നില്ല. സ്ത്രീകളുടെ സ്വഭാവത്തിൻ്റെ പൊതുഗുണത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ ഹദീസ്. ഈ ഹദീസിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഉമ്മയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മനുഷ്യവംശത്തിൻ്റെ മാതാവാണ് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ. ആദം നബി അലൈഹിസ്സലാമിന് തുണയായി സ്വർഗത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചു. സയ്യിദന അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം ഉറങ്ങുന്ന സമയത്ത് അവിടുത്തെ ഇടത്തെ വാരിയെല്ലുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വാരിയെല്ല് ഊരിയെടുത്ത് അതിൽ നിന്നാണ് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചത് എന്ന് താരീഖിലുണ്ട്. ഹയ്യ്, ജീവനുള്ളത് എന്ന വാക്കിൽ നിന്നാണ് ഹവ്വാ എന്ന വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത് എന്ന് ഭാഷാ നിപുണന്മാരായ ആളുകൾ വിലയിരുത്തിയിട്ടുണ്ട്. മനുഷ്യൻ്റെ മാതാവായി ക്രിസ്ത്യാനികളും ജൂതന്മാരും മുസ്ലിങ്ങളും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ പരിചയപ്പെടുത്തുന്നുണ്ട്. മനുഷ്യന് അങ്ങനെ ഒരു മാതാവൊന്നുമില്ല, ഒരു പിതാവുമില്ല എന്ന് പറയുന്നവരും ലോകത്തുണ്ട്. ഇലാഹിയായ മതങ്ങളായ ഇലാഹിയായ മാർഗത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള മതങ്ങളായ ഇസ്ലാം, ജൂത, ക്രിസ്തീയ മതങ്ങൾ മനുഷ്യകുലത്തിൻ്റെ പിതാവായി ആദം നബി അലൈഹിസ്സലാമിനെയും ഉമ്മയായി ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെയും പരിചയപ്പെടുത്തിയിട്ടുള്ളത് കാണാം. സ്വർഗത്തിലായിരുന്നു ആദം നബിയും ഹവ്വാ ബീവിയും ജീവിച്ചിരുന്നത്. അവിടുത്തെ ഒരു കനി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിലക്കിയിരുന്നു. ലഅനത്തുല്ലാഹി അലൈഹിയായ പിശാചിൻ്റെ പ്രേരണ കാരണം ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും ആദം നബി അലൈഹിസ്സലാമും ആ കനി പറിച്ചു. കഴിച്ചില്ല എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പറിച്ചു എന്നതിലൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഏതായാലും ആ കാരണത്താൽ അവർ നഗ്നരായിത്തീർന്നു. ഇല കൊണ്ട് അവർ നാണം മറക്കാൻ വേണ്ടി ശ്രമിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആദം നബി അലൈഹിസ്സലാം ഒരു ദുആ നടത്തിയത് 7-ാം അധ്യായം 23-ാമത്തെ വചനത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ. റബ്ബനാ വലംന അൻഫുസന, ഞങ്ങളുടെ റബ്ബെ, ഞങ്ങൾ ഞങ്ങളുടെ ശരീരങ്ങൾ ആക്രമിച്ചിരിക്കുന്നു. ഫഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ, വതർഹംന, നീ ഞങ്ങളോട് വാത്സല്യം ചെയ്തില്ലെങ്കിൽ, ലനകുനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ പരാജയപ്പെട്ടു പോകും. ഈ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചു. ദുആ സ്വീകരിച്ചെങ്കിലും ആദം നബി അലൈഹിസ്സലാമിനോടും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയോടും നിശ്ചിത കാലത്തേക്ക് ഭൂമിയിൽ പോയി ജീവിക്കണമെന്ന് കൽപ്പിച്ചു. അതനുസരിച്ച് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ ജിദ്ദയിലാണ് എത്തിയത്. കൃഷി ചെയ്തും കാലികളെ വളർത്തിയുമൊക്കെയാണ് ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും ആദം നബി അലൈഹിസ്സലാമും ജീവിച്ചു പോന്നത് എന്ന് താരീഖിലുണ്ട്. അവർക്ക് മക്കളുണ്ടായി. ഹാബീൽ, ഖാബീൽ എന്നീ 2 ആൺമക്കളും അവർ രണ്ടുപേരുടെയും കൂടെ ഓരോ സഹോദരിമാരുമാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തേതിലെ ആൺകുട്ടിയെ രണ്ടാമത്തേതിലെ പെൺകുട്ടിയും, രണ്ടാമത്തേതിലെ ആൺകുട്ടി ആദ്യത്തേതിലെ പെൺകുട്ടിയെയും വിവാഹം ചെയ്തുകൊണ്ടാണ് ജീവിതം ആരംഭിക്കുന്നത്. അന്ന് മറ്റു മാർഗങ്ങളൊന്നുമില്ല. ആദം നബി അലൈഹിസ്സലാമിൻ്റെ ശരീഅത്തിൽ അത് അനുവദനീയവുമായിരുന്നു. ആദം നബി അലൈഹിസ്സലാം ദീർഘകാലം ജീവിച്ചു. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും ആദം നബി അലൈഹിസ്സലാമും കണ്ടുമുട്ടിയ സ്ഥലം അറഫ എന്ന പേരിൽ അറിയപ്പെടുന്നു. ബഹുമാനപ്പെട്ട മഹദിയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ ആദം നബി അലൈഹിസ്സലാം മരണപ്പെട്ടതിന് ശേഷം
1 വർഷം കഴിഞ്ഞാണ് മരണപ്പെട്ടത് എന്ന് താരീഖിലുണ്ട്. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ഹവ്വ ബി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഒരു ഖബർസ്ഥാനുണ്ട്. മഹദിയായ നമ്മുടെ ഉമ്മയായ ഹവ്വ ബി റളിയല്ലാഹു അൻഹയുടെ ഖബർ ആ ഖബർസ്ഥാനിൽ എവിടെയോ സ്ഥിതി ചെയ്യുന്നു എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ലോകത്താദ്യമായി നൂൽ ഉണ്ടാക്കിയത് ഹവ്വ ബി റളിയല്ലാഹു അൻഹയാണെന്ന് തഴവ ഉസ്താദിൻ്റെ അൽ മവാഹിബുൽ ജലിയയിൽ പറഞ്ഞിട്ടുണ്ട്. നൂൽ നൂറ്റതും മുന ഹവ്വയാണ് ആദ്യമായി, അതുകൊണ്ട് വസ്ത്രം നെയ്തതും നബി ആദമായി. ആദ്യമായി വസ്ത്രമുണ്ടാക്കിയത് ആദം നബി അലൈഹി ഇസ്ലാമാണെന്നും ആദ്യമായി നൂലുണ്ടാക്കിയത് ഹവ്വ ബി റളിയല്ലാഹു അൻഹയാണെന്നും പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ഹവ്വ എന്ന പേര് നേർക്ക് നേരെ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. വഖുൽന യാ ആദമു ഉസ്കുൻ അൻത വസൗജുക്കൽ ജന്ന. ഇവിടെ ഇണ എന്ന് വ്യംഗ്യമായാണ് പ്രയോഗിച്ചിട്ടുള്ളത്, പേര് പറയാതെ. അതിന് പല കാരണങ്ങളും മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാമിനെ പറയുന്നിടത്തെല്ലാം ഹവ്വ ബീവി അതിൻ്റെ താബിയാവും, അതിനെ തുടരും എന്നതിനാലാണ് പറയാതിരുന്നത് എന്നുണ്ട്. ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. അൽ ബഖറയിലെ 37-ാമത്തെ ആയത്തിൽ ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ദുആ പഠിപ്പിച്ചു. ആ ദുആ ആദം നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തു. ഫതാബ അലൈഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബിയിൽ നിന്നത് സ്വീകരിച്ചു എന്ന് പറഞ്ഞെടുത്ത് ആദം നബി മാത്രമല്ല ദുആ ചെയ്തത്, ആദം നബിയിൽ നിന്ന് മാത്രമല്ല സ്വീകരിച്ചത്, 2 പേരിൽ നിന്നുമാണ്. ധാരാളം സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ ആദം നബി അലൈഹി ഇസ്ലാമിനോട് ഹവ്വ ബീവി താബിയാകുന്നുണ്ട് എന്നതുകൊണ്ടാണ് പറയാതിരുന്നത് എന്നതാണ് ഒരു വിശദീകരണം. രണ്ടാമത്തെ ഒരു വിശദീകരണം, സ്ത്രീകൾക്ക് എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ ഒരു മറ ഏർപ്പെടുത്തുന്നു. ഇന്നൽ മർഅത ഹുർമത്തുൻ വ മസ്തൂറ ഫഅറാദല്ലാഹു അസ്ഇത്ര ലഹ എന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും സ്ത്രീ പവിത്രതയുള്ളവളും മറക്കപ്പെട്ടവളുമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹവ്വ ബി റളിയല്ലാഹു അൻഹയുടെ പേര് മറച്ചു പറയാൻ ഉദ്ദേശിച്ചു എന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുള്ളതായി കാണാം. ഹദീസിൽ ഹവ്വ ബി റളിയല്ലാഹു അൻഹയെ ധാരാളം സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും പേര് തന്നെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ലൗലാ ഹവ്വാഹു ലം തഖുൻ ഉൻസാ സൗജഹ ദഹ്ർ എന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഹവ്വ എന്ന പേര് തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെ പൊതുവായ ചില ഗുണങ്ങളെക്കുറിച്ച് ഈ ഹദീസ് പരാമർശിക്കുന്നുണ്ട്. ഹവ്വ ബി റളിയല്ലാഹു അൻഹ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ വഫാത്തിന് ശേഷമാണ് ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. മനുഷ്യകുലത്തിൻ്റെ ഉമ്മയായി അറിയപ്പെടുന്ന ഹവ്വ ബി റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ദുനിയാവും ആഖിറവും സലാമത്താക്കി തരട്ടെ, ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.